കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഇതൊക്കെ എവിടെയും കിട്ടും, എങ്ങനെയും കിട്ടുമ്പോൾ പെട്ടെന്ന് അത് കോപ്പി ചെയ്ത് പോകും. അവരത് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടാൻ പറ്റും. അതായത് നമ്മളത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മളതിനുള്ള ഡിസൈനൊക്കെ റെഡിയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുണ്ട്, ലോഗോയുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്ത് പോകുന്നതാണ്. 35 എന്ന് പറയുന്നത് നമ്മൾ ഗുഡ്സുകളാണ്. അതേ അഗ്രികൾച്ചർ സെക്ടർ ഓരോരോ ഇൻഡസ്ട്രിയിലും ഓരോരോ ക്ലാസ്സുകൾ പറയും. പലതിനും പല ഫീസുകളാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക്, പ്രൊപ്പറേറ്റർ, ഇതിന് പാർട്ട്ണർഷിപ്പ് ഫേമുകൾക്കൊക്കെ പല രജിസ്ട്രേഷൻ ഫീ ആണ്. MSME ആക്ടിൽ പറയുന്നുണ്ട്, ഞാൻ ഒരു ഇത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനകം എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയിരിക്കണം. ഇത്രയും ഓർത്താൽ മതി. ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട പൈസ കൊടുത്തിട്ടില്ല എങ്കിൽ അതിന് ഫൈനും ഇൻട്രസ്റ്റും വരും. സാറേ, ഇപ്പം നമ്മളൊരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം തുടങ്ങുന്ന, ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റിയൊക്കെ അതിൻ്റെ ഏതാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, എങ്ങനെയാണെന്നൊക്കെ സാർ വളരെ മനോഹരമായി നമുക്ക് പറഞ്ഞു തന്നു. പല ആൾക്കാരും ഒരു ബിസിനസ് സ്ഥാപനത്തിനൊരു പേരിടും, ബ്രാൻഡ്, ഒരു നെയിം. പല ആൾക്കാർക്കും പറ്റുന്നത് അത് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പല ആൾക്കാർ ചോദിക്കാറുണ്ട്. ഒരു ബ്രാൻഡ് എങ്ങനെയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക? ഇത് ഇപ്പം രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പം സാർ ഉദ്ദേശിച്ചത് ഒരു ട്രേഡ് മാർക്ക്, അപ്പോൾ ഒരു എംബ്ലോവും അതിൻ്റെ കൂടെ ഒരു വേഡ് മാർക്കൊക്കെ ആയിട്ട് അതൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്ടിൻ്റെ അത് വെച്ചിട്ട് നമ്മൾ ഗവൺമെൻറ് ഇപ്പം നമ്മുടെ ചെന്നൈയിലുള്ള ഒരു ഇതിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നത്. അത് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ളതെന്ന് പറയുന്ന ഒരു അഫിഡവിറ്റാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ആ ലോഗോയും ആ വേർഡും എന്താണെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ഫയൽ ചെയ്യണം. അത് നമുക്ക് ശരിക്കും അത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിന് വേണമെങ്കിൽ ഈ സൈറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്യാം ഓൾറെഡി. കാരണം സിമിലർ ആയിട്ടുള്ളത് ഓൾറെഡി ഉണ്ടെങ്കിൽ അവരതിന് രജിസ്ട്രേഷൻ നമുക്ക് തരില്ല. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പം അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പം അതിൽ നമ്മൾ എന്ത് ബിസിനസ് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഓരോ ക്ലാസ്സുകളുണ്ട്. 1 to 45 ക്ലാസ്സുകളുണ്ട്. 1 to 45. അപ്പം 1 to 35 എന്ന് പറയുന്നത് നമ്മൾ ഗുഡ്സുകളാണ്. അതേ അഗ്രികൾച്ചർ സെക്ടർ ഓരോരോ ഇൻഡസ്ട്രിയിലും ഓരോരോ ക്ലാസ്സുകൾ പറയും. അതായത് 1 to 35 വരെ ഗുഡ്സുകളുടെ ഐറ്റംസ്. അപ്പോൾ ജ്വല്ലറി ഒക്കെ വരുന്നത് 35 അതനുസരിച്ച് പ്രഷ്യസ് സ്റ്റോൺ, പ്രഷ്യസ് മെറ്റൽ, എനിക്ക് തോന്നുന്നു 13, അതായത് ഒരു ഇതിലുണ്ട്, ഈ ക്ലാസ്സിൽ തന്നെയുണ്ട്. ആ ക്ലാസ് അനുസരിച്ചിട്ടാണ് ഗുഡ്സിൻ്റെ വരുന്നത്. 35 to 45 എന്ന് പറയുന്നത് സർവീസിൻ്റെ ഇതായിരിക്കും. സർവീസിൻ്റെ ആണ്. അപ്പം റെസ്റ്റോറൻറ്റ് സർവീസ്, മറ്റ് അഡ്വർടൈസ്മെൻറ്റ് സർവീസ്, കൺസൾട്ടിങ് സർവീസ്, അതൊക്കെ അങ്ങനെ വരും. അപ്പം ഈ 2 ക്ലാസ്സിലും സിമിലർ ആയിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ ഈ ക്ലാസ് ചൂസ് ചെയ്തിട്ട്, അപ്പം നമുക്ക് വേണേൽ ഒറ്റ ക്ലാസ്സിൽ എടുക്കാമെന്നല്ല കേട്ടോ, നമുക്ക് പല ക്ലാസ്സിലെടുക്കാം. ഒരേ രജിസ്ട്രേഷൻ തന്നെ പല ക്ലാസ്സിലെടുക്കുന്നവരുണ്ട്. ഇപ്പം നമുക്കറിയാവുന്ന മറ്റ് പല ഇതിൻ്റെ ലോഗോയും അതൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്തിരിക്കാം. ഇതെന്തുകൊണ്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് വെച്ചാൽ, ഇത് നമ്മൾ മറ്റുള്ളവർ ഇത് നമ്മുടെ ലോഗോയും നമ്മൾ ഈ വേർഡുകളും ഉപയോഗിക്കരുത്. ഇത് നമ്മുടെ ഒരു ബ്രാൻഡ് നെയിം എന്നുള്ള രീതി വരുന്നതുകൊണ്ട് ഇൻ ഫ്യൂച്ചറിൽ എത്ര വലുതാകുമ്പോൾ മറ്റുള്ളവർ ഉപയോഗിക്കാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിൽ ഞാൻ പേറ്റൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വേറൊരു ഇതിൽ വരും. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ലോഗോയും ബ്രാൻഡ് നെയിം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത് ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുകയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചെന്നൈയിലാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഓഫീസ്. അത് നമ്മൾ ഒരു അഫിഡവിറ്റ് രീതിയിൽ 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ അഫിഡവിറ്റ് ആയിട്ട് അതിൻ്റെ കൊടുക്കുന്നു. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ബിസിനസ് പ്രൊപ്പറേറ്റർ ആയിട്ട് വേണമെങ്കിൽ ആ ഇൻഡിവിജ്വലിൻ്റെ പേര് വേണേൽ രജിസ്റ്റർ ചെയ്യാം. അതല്ല പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ രീതിയിൽ രജിസ്റ്റർ ചെയ്യാം. അതല്ലെങ്കിൽ LLP ആർക്ക് വേണമെങ്കിലും അതിന് ഓണർഷിപ്പ് ചെയ്യാം. ഇനിയിപ്പം പാർട്ട്ണർഷിപ്പ് ഫേമിൽ അതിലേതെങ്കിലും ഒരു പാർട്ട്ണറുടെ സ്വന്തം എന്ന നിലയിൽ വേണമെങ്കിലും അത് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ആ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഓൺലൈനിൽ നമുക്ക്. ഒരു കാര്യം, പല ബിസിനസ്സുകാരും ബിസിനസ്സൊക്കെ തുടങ്ങും, ഒരു പേരിട്ടിട്ട് ഒരു ബ്രാൻഡ് ഇട്ടിട്ടൊക്കെ ബിസിനസ് തുടങ്ങും. ഇത് രജിസ്റ്റർ ചെയ്യാൻ സാധാരണ മറന്നുപോകും, അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പിന്നെ ആ ബിസിനസ് സക്സസ് ആയി മാറിക്കഴിയുമ്പോൾ ആ ബിസിനസ്സിൻ്റെ പേര് വേറെ ആരെങ്കിലും കോപ്പി ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, ഇതിലോട്ട് ശ്രദ്ധിക്കുക. ശരിക്കും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ ആ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യുന്നതാണോ നല്ലത്? അതായത് നമ്മളത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മളതിനുള്ള ഡിസൈനൊക്കെ റെഡിയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുണ്ട്, ലോഗോയുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്ത് പോകുന്നതാണ്. കാരണം ഇപ്പോഴത്തെ രീതിയിൽ അത് പെട്ടെന്ന് കോപ്പി ചെയ്യാനായി, കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഇതൊക്കെ എവിടെയും കിട്ടും, എങ്ങനെയും കിട്ടുമ്പോൾ പെട്ടെന്ന് അത് കോപ്പി ചെയ്ത് പോകും. അവരത് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടാൻ പറ്റില്ല. അപ്പം നമ്മൾ ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയറിൽ തന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് 1 ഇയർ നമുക്കൊരു ടെമ്പററി രജിസ്ട്രേഷൻ എന്നുള്ള രീതി വരും. സാർ കണ്ടിട്ടുണ്ടായിരിക്കും, TM എന്നുള്ള രീതിയിൽ കാണും. അത് 1 ഇയർ കിടക്കും. അതിൽ മറ്റാരും ഒബ്ജക്ഷൻ ഒന്നും വന്നില്ലെങ്കിൽ ആ 1 ഇയർ കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരും. രജിസ്റ്റർ ചെയ്ത് തരുന്ന 10 വർഷത്തേനായിട്ട്. അപ്പോഴാണ് നമ്മൾ 6 എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് മാർക്കായിട്ട് കാണുന്നത്. 10 വർഷത്തേക്കാണ്. അതെ. ഇങ്ങനെ ഇത് രജിസ്റ്റർ ചെയ്യുമ്പം
ഓൾറെഡി നമ്മൾ പലതിനും പല ഫീസുകളാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക്, പ്രൊപ്പറേറ്റർ, ഇതിന് പാർട്ട്ണർഷിപ്പ് ഫേമുകൾക്കൊക്കെ പല രജിസ്ട്രേഷൻ ഫീ ആണ്. അതോടൊപ്പം MSME രജിസ്ട്രേഷൻ ഉള്ളതാണെങ്കിൽ നമുക്ക് അവർക്ക് ഫയൽ ചെയ്യേണ്ട ഫീസുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതെ, അതായത് MSME രജിസ്ട്രേഷൻ, അതായത് നമ്മളിപ്പം ഇപ്പോൾ ഈ പറഞ്ഞ കൂടെ പറയാം, MSME രജിസ്ട്രേഷൻ നമ്മൾ ഏത് സ്ഥാപനത്തിനും പണ്ട് നമുക്ക് ഗുഡ്സും റീറ്റെയിലും അങ്ങനെയുള്ളതിന് നമുക്കിപ്പം പോയിട്ട് സർവീസ് സെക്ടറിൽ വേണമെങ്കിൽ MSME ആയിട്ട് ഉദ്യോഗാധാരം എടുക്കും. നേരത്തെ ചെയ്യുന്ന പോലെ ഉദ്യമ രജിസ്ട്രേഷൻ എടുക്കുമല്ലോ, അത് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ MSME ആക്ട് അപ്ലിക്കബിൾ ആവും. അത് നമുക്ക് പല രീതിയിൽ നമുക്ക് ബെനിഫിഷ്യൽ. ഇപ്പോഴത്തെ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റും എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നതാണ് MSMEs. കാരണം മീഡിയം സ്മോൾ ആ സ്കെയിലുള്ളത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഇൻഡസ്ട്രിയെ ഒത്തിരി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒത്തിരി സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ ബാങ്ക് ലോൺ പോകുമ്പോൾ MSME രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇൻട്രസ്റ്റിൻ്റെ ഒരു ഇത് കുറവ് കിട്ടും. മറ്റ് പല സബ്സിഡികളും MSMEകൾക്കുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഇൻകം ടാക്സ് ആക്ടിൽ ഇപ്പോൾ MSMEയുടെ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനും MSMEയിൽ നല്ല കൂടുതൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ കുറച്ചുകൂടി ഗുണം കിട്ടും. അതെ, അപ്പോൾ ട്രേഡ് മാർക്കിൻ്റെ രജിസ്ട്രേഷൻ ഞാൻ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ കൊടുത്ത് 1 ഇയറിൽ നമുക്ക് ആരെങ്കിലും ഒബ്ജക്ഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവർ രജിസ്റ്റർ ചെയ്യും. അത് 10 വർഷത്തേനായിട്ടായിരിക്കും കിട്ടുന്നത്. സാർ ഇപ്പം പറഞ്ഞപ്പോൾ MSME എന്ന് പറഞ്ഞല്ലോ, എന്താണ് ശരിക്കും MSME രജിസ്ട്രേഷൻ? അതൊരു ബിസിനസ്സുകാരൻ എടുക്കേണ്ട ആവശ്യം എന്താണ്? അത് നിർബന്ധമാണോ? അല്ല, അത് നിർബന്ധം എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും എടുത്തിരിക്കുന്നത് നല്ലതെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതായത് MSME ആക്ട് ഇപ്പോൾ ഒരു നമ്മളിപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ MSME രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനമാണെങ്കിൽ MSME ആക്ടിൽ പറയുന്നുണ്ട്, ഞാൻ ഒരു ഇത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനകം എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയിരിക്കണം. 45 ഡേയ്സ് ആണ് പറയുന്നത്. അപ്പോൾ ആ 45 ഡേയ്സ് കിട്ടിയില്ലെങ്കിൽ നമുക്കത് കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അതോറിറ്റി ഉണ്ട്. അവിടെ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കമ്പനികളൊക്കെ ആണെങ്കിൽ ഈ MSME രജിസ്റ്റർ ചെയ്യുന്ന അവരുടെ സപ്ലൈസ് ആയിട്ടുണ്ടെങ്കിൽ കമ്പനികൾ ROCയിൽ ഒരു ഫോം ഫയൽ ചെയ്യണം. MSMEയുടെ ഒരു ഫോം ഫയൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം അവിടെ എപ്പോഴും ബെനിഫിറ്റാണ്. അതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ഒരു പ്രൊട്ടക്ഷൻ പോലെയാണ് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പോളിസിയാണ്, കേന്ദ്ര ഗവൺമെൻറ് രീതിയിലുള്ളതാണ്. ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾ എന്തൊക്കെ ബുക്കുകൾ, അക്കൗണ്ട്സ് ബുക്കുകൾ കീപ്പ് ചെയ്യണം, അതിനെപ്പറ്റി ഒന്ന് പറയാം. അത് ശരിക്കും ഈ ബുക്ക് കീപ്പിംഗ്, അതായത് എന്തൊക്കെയാണ് റെക്കോർഡ്സുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളത് ശരിക്കും അത് ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കും. ഓക്കെ, അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങളൊക്കെ ജ്വല്ലറി ബിസിനസ്സാണ്. ജ്വല്ലറി ബിസിനസ്സിൽ എന്തൊക്കെ, ജ്വല്ലറി ബിസിനസ്സിൽ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് നമ്മൾ അതായത് നമ്മളിപ്പം സ്റ്റോക്ക് രജിസ്റ്റർ, അവിടെ ഇരിക്കുന്ന സ്റ്റോക്കാണ് ഏറ്റവും വാല്യുബിൾ. അപ്പോൾ അവിടെ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ട്. ഈ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സാധനം കിട്ടി, ക്വാണ്ടിറ്റി വൈസ് എന്തൊക്കെ കിട്ടി, പർച്ചേസ് ചെയ്തു, അല്ലെ ഓൾഡ് ഗോൾഡ് പർച്ചേസ്. ഇപ്പം ജ്വല്ലറി ആയതുകൊണ്ട് ഞാൻ പറയാം, സാർ പറഞ്ഞതുകൊണ്ട്. ഇപ്പം അതിൻ്റെ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് വരും, അതുപോലെ തന്നെ ഓൾഡ് ഗോൾഡ് പർച്ചേസ് ആയിരിക്കും, അതല്ലെങ്കിൽ സ്മിത്തിന് ഇഷ്യൂ ചെയ്തിട്ട് തിരിച്ച് പ്രോസസ്സ് ചെയ്തിട്ട് വരും, അല്ലെ ഓർണമെൻ്റ് ആയിട്ട് പർച്ചേസ്, അതുമല്ല ഇനി ബുള്ളിയൻ്റെ ഇതുണ്ട്. അപ്പം ഇങ്ങനെയുള്ളതെല്ലാം ക്വാണ്ടിറ്റി വൈസ് നമ്മൾ സ്റ്റോക്ക് രജിസ്റ്ററിലാണ് നമ്മൾ കീപ്പ് ചെയ്യണത്. അപ്പോൾ സ്റ്റോക്ക് രജിസ്റ്റർ ജ്വല്ലറിയെ സംബന്ധിച്ചിട്ട് വേണം. ഇനി ഇത് കൂടാതെ വരുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് രജിസ്റ്റർ, ഫുൾ പർച്ചേസിൻ്റെ രജിസ്റ്റർ ഒന്ന്. അപ്പം ഈ ഓരോരോ രജിസ്റ്ററിൽ ഓരോരോ കോളം ഉണ്ട്, അതൊക്കെ ഫില്ല് ചെയ്ത് വേണം നമ്മൾ രജിസ്റ്റർ ചെയ്ത്. ഇപ്പം ഈ ബുക്ക് സാർ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം, ഇതിൽ നമ്മളെപ്പോഴും മാനുവലി കീപ്പ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമില്ല. അതായത് നമ്മൾ മാനുവലി ബുക്ക് എഴുതി വേണമെന്നില്ല, എല്ലാം നമുക്ക് സോഫ്റ്റ് കോപ്പി പറ്റും. ഇപ്പം IT ആക്ട് വന്നതിന് ശേഷം നമുക്ക് ആ രീതിയിൽ നമുക്ക് ഇതെല്ലാം കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിപ്പം ഇപ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അല്ല ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ പർച്ചേസ് രജിസ്റ്റർ, സെയിൽസ് രജിസ്റ്റർ ഒക്കെ വരും. അപ്പം ജ്വല്ലറിയെ സംബന്ധിച്ച് ഇപ്പോൾ സാർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സെയിൽസ് രജിസ്റ്റർ വേണം, പർച്ചേസ് രജിസ്റ്റർ വേണം, ഇതുപോലെ തന്നെ സ്റ്റോക്ക് രജിസ്റ്റർ വേണം. പിന്നെ ഈ ജ്വല്ലറി അഡ്വാൻസ് സ്കീമുകളുണ്ട്. അപ്പോൾ അഡ്വാൻസ് സ്കീമുകളുണ്ട്, അപ്പോൾ അതിന് ഉറപ്പായിട്ട് നമ്മൾ രജിസ്റ്റർ കീപ്പ് ചെയ്യണം. ഇത് കീപ്പ് ചെയ്തില്ലെങ്കിൽ GST ആക്ട് പ്രകാരങ്ങൾ ഫൈനുകൾ വരാം, ഇത്ര പ്രശ്നങ്ങൾ വരും. അത് പല ആക്ടിലും പറയുന്നുണ്ട് പല. അപ്പം നമുക്ക് മെയിൻലി വേണ്ടത് പർച്ചേസ് രജിസ്റ്റർ, സെയിൽസ് രജിസ്റ്റർ, സ്റ്റോക്ക് രജിസ്റ്റർ, അഡ്വാൻസ് രജിസ്റ്റർ, പിന്നെ നമുക്ക് ക്യാഷ് ബുക്കും ലെഡ്ജറും വേണം. അതായത് നമ്മൾ ഏത് ജ്വല്ലറി നടത്തുമ്പോഴും ബില്ലിംഗ് സോഫ്റ്റ്വെയറും മറ്റ് സോഫ്റ്റ്വെയറും ഉണ്ടെങ്കിൽ പോലും അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടൊരു ERP ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു സോഫ്റ്റ്വെയർ വേണം. ടാലി പോലെയുള്ള ഒരു സോഫ്റ്റ്വെയർ എന്താണെങ്കിലും വേണം. അപ്പം ബില്ലുകൾ സൂക്ഷിക്കണം. ബില്ലുകൾ സാറ് പർച്ചേസ് ചെയ്യുന്ന ബില്ലുകൾ അത് ശരിക്കും എപ്പോഴും നല്ലത് ഫിസിക്കൽ കോപ്പി, എപ്പോഴും നല്ലതെന്നല്ല. GST ഇപ്പം വെരിഫിക്കേഷൻ GSTക്കാർ സെർച്ച് ചെയ്യാൻ വരുക എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കൽ ബില്ല് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതിൽ നിന്നിപ്പം ഈ ഇൻവോയ്സസിലുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെ അതെല്ലാം ജെനുവിൻ ആയിട്ടുള്ളതെല്ലാം തന്നെ വേണം ബില്ല്. അതുകൊണ്ട് പർച്ചേസിൻ്റേത് നമ്മൾ ശരിക്കും എപ്പോഴും കീപ്പ് ചെയ്യുന്നത് എപ്പോഴും ഫിസിക്കൽ കോപ്പി കീപ്പ് ചെയ്യുമായിരിക്കും നല്ലത്.
നമ്മൾ സ്കാൻ ചെയ്ത കോപ്പിയൊക്കെ സിസ്റ്റത്തിലുണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ ആണെങ്കിലും അതെല്ലാം നമ്മൾ മാനുവലി നമുക്ക് കറക്റ്റായിട്ട് വേണം. പക്ഷേ സെയിൽസിൻ്റെ കേസിൽ ഇപ്പം സെയിൽസിൽ വരുന്ന എല്ലാ ബില്ലുകളും പ്രിൻ്റ് എടുത്ത് വെക്കണമെന്ന് നിർബന്ധമില്ല. അത് നമുക്ക് സിസ്റ്റത്തിനൊന്നും ഈ സെയിൽസ് രജിസ്റ്റർ ആയിട്ട് നമുക്ക് ബില്ലിംഗ് സോഫ്റ്റ്വെയർ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്താൽ മതി. ഇനി അതിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഓഫീസർ പറയുവാണെങ്കിൽ അതാത് ബില്ലുകളുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുത്താൽ മതി. അതൊക്കെ നമ്മൾ ഫിസിക്കൽ കോപ്പി പേപ്പറിലായിട്ട് പ്രിൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പർച്ചേസിൻ്റെ അതല്ല, നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു ഡോക്യുമെൻ്റ് നമുക്ക് അത് നമ്മൾ സേവ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെക്കുകയാണ് എപ്പോഴും നല്ലത്. അതേപോലെ ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇന്ത്യയിൽ ഒത്തിരി ആക്ടുകളുണ്ട്. ഇതെല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ലേബർ അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ ഇവിടെ ഇഷ്ടമുണ്ട്. റീസെൻ്റായിട്ട് സാറിന് അറിയാം, ലേബർ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് വന്നു, അതിലൊത്തിരി ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലേബറിനെ പ്രൊട്ടക്ട് ഇപ്പോൾ ഒരു എംപ്ലോയി ഒരു സ്ഥാപനത്തിലുണ്ടെങ്കിൽ അവരെത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് പോലും അതിനകത്തുണ്ട്. അവർക്ക് എത്ര രൂപ മിനിമം കൊടുക്കുക, അതായത് മിനിമം വേജസ് ആക്ട് പ്രകാരം എത്ര രൂപ മിനിമം കൊടുക്കണം എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പം ലേബർ ഞാൻ പറഞ്ഞു ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലേബർ ഓഫീസർ അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമ്മളെ മിനിമം വരും. അതിൽ തന്നെയാണ് നമുക്ക് ESI വരുന്നുണ്ട്, PF വരുന്നുണ്ട്, അങ്ങനെയുള്ള അതിലൊക്കെ നമ്മൾ രജിസ്ട്രേഷൻ വരുന്നുണ്ട്. സാർ ഇതുവരെ സംസാരിച്ചത് ഒരു കടയിൽ നമ്മൾ എന്തൊക്കെ ബുക്കുകൾ കീപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇതൊരു അക്കൗണ്ടൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണല്ലോ. എന്താണ് ശരിക്കും ഒരു അക്കൗണ്ടൻറ്റ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ? നമ്മൾ അക്കൗണ്ടൻറ്റ് മാത്രമല്ല ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം വലിയ സ്ഥാപനങ്ങളിലാണെങ്കിൽ അവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ പർച്ചേസ് രജിസ്റ്ററൊക്കെ അവർ കീപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ അങ്ങനെയുള്ള വലിയ സ്ഥാപനങ്ങളെ പറ്റിയിട്ടല്ല അങ്ങനെയുള്ളവരല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോമൺ ഒരു അക്കൗണ്ടൻ്റ് ഉണ്ട്. അയാൾ തന്നെയാണ് പർച്ചേസൊക്കെ ചെയ്യുമ്പോൾ പർച്ചേസ് ബില്ലുകളൊക്കെ വെക്കുന്നത് ആ അക്കൗണ്ടൻ്റ് തന്നെയായിരിക്കും. അക്കൗണ്ട് ചെയ്യുന്നതും ആൾ തന്നെയായിരിക്കും. അപ്പം ഇതിൽ എന്തൊക്കെയാണ് അക്കൗണ്ടൻറ്റ് ചെയ്യേണ്ടത്? അല്ല അതുപോലെയുള്ള ഫേമുകൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മീഡിയം ടൈപ്പ് ഉള്ളതാണെങ്കിൽ അവർ ചിലപ്പം ഡെയിലി ചെയ്യേണ്ട ആക്ടിവിറ്റി ഉണ്ടായിരിക്കും, വീക്കിലി ചെയ്യേണ്ടതുണ്ട്, മന്ത്ലി ചെയ്യേണ്ടതുണ്ട്, ആനുവലി ചെയ്യേണ്ടതുമുണ്ട്. ഈ ഫയലിംഗ് ഉൾപ്പെടെയുള്ളത് അത് ബുക്ക് കീപ്പിംഗ് ആണെങ്കിലും ജ്വല്ലറിയെ സംബന്ധിച്ചിട്ടാകുമ്പം അവിടുത്തെ സ്റ്റോക്ക് രജിസ്റ്ററുകൾ ഡെയിലി പോകണം. ക്യാഷ് ബുക്കുകൾ അതിപ്പം അതിൻ്റെ അല്ല ഏതിൻ്റെ ആണെങ്കിലും ക്യാഷ് ബുക്കുകളും സ്റ്റോക്ക് രജിസ്റ്ററും നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പക്ഷേ ജ്വല്ലറി സെക്ടറാണ് സാർ ഉദ്ദേശിച്ച് അങ്ങനെയുള്ളതാണെങ്കിൽ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഡെയിലി ചെയ്യേണ്ട അവർക്ക് കുറേ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ വീക്കിലി ചെയ്യേണ്ടതുണ്ട്, മന്ത്ലി ഉണ്ട്, ആനുവലി ഉണ്ട്. ഇതിൽ ചില പേയ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം ഗവൺമെൻറ് പേയ്മെൻറ്റുകൾ, റിട്ടേണുകൾ, TDS അടയ്ക്കുന്നത്, ഇതൊക്കെ ഓരോരോ ഡ്യൂ ഡേറ്റുകളുണ്ട്. ഇപ്പം സാറ് പറഞ്ഞല്ലോ ഓരോ ടാക്സ് അടയ്ക്കേണ്ടതിന് ഓരോ ഡേറ്റുകളുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വർഷത്തിൽ നോക്കുകയാണെങ്കിൽ കലണ്ടറിനുള്ളിൽ പല ഡേറ്റുകളിലും നമ്മൾ കൃത്യമായിട്ട് ഗവൺമെൻറ് അടയ്ക്കുന്ന ടാക്സുകളും ഫീസുകളെല്ലാം നമ്മൾ കൃത്യമായിട്ട് അടച്ചു പോകണം. അങ്ങനെ ഡേറ്റുകളെ പറ്റി സാറിന്? അതെ, നമുക്ക് ഇതിൽ കുറേ ഡേറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഡേറ്റുകൾ ഞാനൊന്ന് സൂചിപ്പിക്കുക. അതായത് നമ്മളിപ്പം TDSൻ്റെ കേസാണ്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ഇൻകം ടാക്സിൻ്റെ ഇത് TDS വരുമ്പം അതാത് മാസങ്ങളിൽ നെക്സ്റ്റ് മന്ത് 7-ാം തീയതിക്ക് മുമ്പ് 7-ന് മുമ്പോ ആയിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഫിനാൻഷ്യൽ ഏപ്രിൽ തൊട്ട് മാർച്ച് വരെയുള്ളത് നമ്മൾ വരുന്നു. ഇതിൽ മാർച്ച് മാസം മാത്രം നമുക്ക് ഏപ്രിൽ 30 വരെയുള്ള ടൈമുണ്ട് പേ ചെയ്യാൻ. ഞാൻ ഉദ്ദേശിച്ച ഗവൺമെൻറ്റിന് പേ ചെയ്യുക. അപ്പോൾ അത് നമ്മൾ TDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ അതിൻ്റെ എമൗണ്ട് നമ്മൾ പിടിച്ചു വെച്ചിട്ട് അത് ഗവൺമെൻറ്റിന് ടാക്സ് ആയിട്ട് അടയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ പാൻ വെച്ചിട്ട് നമ്മളത് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അവരുടെ പാനിൽ അത് റിഫ്ലക്റ്റ് ആയിട്ട് വരും. അപ്പോൾ അവരുടെ ഒരു അഡ്വാൻസ് ടാക്സ് പോലെ തന്നെ അവരുടെ പാനിൻ്റെ ഡീറ്റെയിൽസ് 26 ASലും AASലൊക്കെ അത് റിഫ്ലക്റ്റ് ആയിട്ട് വന്നിരിക്കും. അവരത് IT ഫയൽ ചെയ്യുമ്പോൾ അവർക്ക് അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഇങ്ങനെ പേ ചെയ്യേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും തൊട്ട് മുമ്പിലത്തെ മാസത്തെ അതാത് മാസം അത് കഴിഞ്ഞിട്ട് വരുന്ന മാസം 7-ാം തീയതിയാണ് വരുന്നത്. മാർച്ച് മാസം മാത്രം നമുക്ക് ഏപ്രിൽ 30 വരെ സമയമുണ്ട്. അതാണ് പേ ചെയ്യേണ്ടത്. ഇപ്പം TDS പേ ചെയ്യേണ്ട ഡേറ്റ് എന്ന് ചോദിച്ചാൽ വിതിൻ 7-ാം തീയതിക്ക് മുമ്പ് ഏത് മാസം അത് കഴിഞ്ഞിട്ടുള്ള 7-ാം തീയതിക്ക് മുമ്പ് നമ്മൾ പേ ചെയ്യും. ഇങ്ങനെ പേ ചെയ്യുകയാണ് വേണ്ടത്. പേ ചെയ്തില്ലെങ്കിൽ നമ്മളതിനുള്ള ഇൻട്രസ്റ്റും ഒക്കെ അതിന് ഫൈൻ വരും അല്ലേ? വരും, ഫൈൻ, അതായത് ഇൻട്രസ്റ്റ് അടയ്ക്കണം. ഓക്കെ, ഇത് 7-ാം തീയതി അത് ഏത് ബിസിനസ് ടൈപ്പ് ചെയ്യുന്ന ബിസിനസ് ആൾക്കും ഇതാ? അതെ, ഇത് ഇൻകം ടാക്സ് ആക്ടിൽ നമ്മൾ TDSൻ്റെ സെക്ഷനുകളിൽ പറയുന്ന ഡ്യൂ ഡേറ്റുകൾ അത് ഏത് ബിസിനസ്സിനും ഒരുപോലെ. സർവീസിനാണെങ്കിലും പിന്നെ ഗവൺമെൻറ്റിന് മാത്രം ഡേറ്റ് വ്യത്യാസം വരും. സർവീസൊന്നും ഇല്ല. ഇത് TDS പ്രകാരം ഏത് സർവീസ് ആണെങ്കിലും എന്ത് ബിസിനസ് ആണെങ്കിലും TDS അടയ്ക്കേണ്ട ദിവസം ഗവൺമെൻറ് ഒഴിച്ച് മറ്റ് ഇതിന് ഗവൺമെൻറ് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിന് വരുന്നത് 7-ാം തീയതിയാണ്. 7-ാം തീയതി, അതായത് മാർച്ച് വരെ ഉള്ളതാണെങ്കിൽ ഏപ്രിൽ 30 വരെ നമുക്ക് സമയമുണ്ട്. ഇനി ഏപ്രിൽ മാസത്തെ ആണെങ്കിൽ മെയ് 7, അതാത് മാസം അത് കഴിഞ്ഞിട്ടുള്ള മാസം 7-ാം തീയതിക്ക് മുമ്പ് നമ്മൾ ഗവൺമെൻറ്റിലോട്ട് അടയ്ക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഇൻട്രസ്റ്റ്
കൊടുക്കേണ്ടി വരും, ഗവൺമെൻറ് അടയ്ക്കണം. അതായത് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 7-ാം തീയതിക്കുള്ളിൽ കഴിഞ്ഞ മാസത്തെ TDS കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അടച്ചിട്ടുണ്ടാവും. ഉറപ്പായിട്ടും 7-ാം തീയതി ആരും മറക്കാൻ പാടില്ല. TDS അടച്ചിട്ടുണ്ട്. അപ്പോൾ 7-ാം തീയതി എന്ന് പറഞ്ഞാൽ ഈ TDSന്റെ കേസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഡേറ്റ്, അത് അക്കൗണ്ടന്റ് ആണ് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്തിട്ട് അത് പേ ചെയ്ത്. ഇപ്പോൾ ഫിനാൻസും അക്കൗണ്ടും ഡിപ്പാർട്ട്മെന്റ് അതായത് ഇതാണെങ്കിൽ അവരാണത് പേ ചെയ്ത്. അപ്പം ബിസിനസ്സുകാർക്ക് അവരുടെ മൊബൈലിൽ കലണ്ടറിൽ 7-ാം തീയതി എന്ന് പറയുന്ന ഡേറ്റിൽ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. ബർത്ത്ഡേ ഒക്കെ നോട്ട് ചെയ്യുന്ന പോലെ തന്നെ അടച്ചിട്ടുണ്ടോന്ന്. അത് എല്ലാ മാസവും എല്ലാ ഇയറും അത് റിമൈൻഡറിൽ ഇടുന്ന പോലെ ഒരു കാര്യം നല്ലതായിരിക്കും 7-ാം തീയതി. ഇനി ആ മാസത്തിൽ വേറെ ഏതാണ് ഡേറ്റ് ഇമ്പോർട്ടൻസ്? അതെ, അപ്പം 7-ാം തീയതി ഞാനിപ്പോൾ പേയ്മെന്റേ പറഞ്ഞുള്ളൂ, പക്ഷെ അതിന്റെ കൂടെ ഓർത്തിരിക്കേണ്ട ഒരു ഡേറ്റും ഉണ്ട്. 7-ാം തീയതി പേ ചെയ്തു, അതാത് ക്വാർട്ടറിൽ നെക്സ്റ്റ് 31 മുമ്പ്, അതായത് ഏപ്രിൽ മെയ് ജൂൺ എന്ന് പറയുന്ന ക്വാർട്ടർ ആണെങ്കിൽ ജൂലൈ 31 ഈ അടച്ചതിൻ്റെ ഒരു റിട്ടേൺ ഫയൽ ചെയ്യലൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിത് പറഞ്ഞു പോകാം. ക്വാർട്ടർലി അതത് ക്വാർട്ടറിലാണ് വരുന്നത്. അപ്പം ഏപ്രിൽ മാസത്തെ മാത്രം മെയ് 31 ക്വാർട്ടറിൻ്റെ എൻഡ് ചെയ്യുന്നത്. അത് നമ്മൾ TDS ഫയൽ, അങ്ങനെ TDS ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ആരുടെയോ ഡിഡക്ട് ചെയ്ത് അവരുടെ അക്കൗണ്ടിൽ അത് റിഫ്ലക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പം അത് ഫയൽ ചെയ്തില്ല, അവിടെയും പെർ ഡേ 200 രൂപ വെച്ച് ഫൈൻ വരും. അപ്പം ഇതെല്ലാം നമ്മുടെ പോക്കറ്റ് കാലിയാക്കുന്ന ഇടപാടുകളായതുകൊണ്ട് ഈ ഡ്യൂ ഡേറ്റുകളൊക്കെ ഓർത്തിരിക്കുക എന്നുള്ളത് അക്കൗണ്ടന്റിനേക്കാളും ഏറ്റവും വേണ്ടത് അതിന്റെ ഓണേഴ്സ്, പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആണ് ഇത് ചെയ്യേണ്ടത്. അതായത് 3 മാസം കൂടുമ്പോൾ ക്വാർട്ടറിൽ എന്ത് ചെയ്യണം? ആ റിട്ടേൺ ഫയൽ, TDS റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ക്വാർട്ടർലി ആണ് ഫയൽ ചെയ്യേണ്ടത്. അതുകൂടി ഓർത്തിരിക്കണം. അപ്പം സാറ് പിന്നെ ചോദിച്ചത് TDS അല്ലാതെ പേ ചെയ്യേണ്ടത്. ഇപ്പോൾ TDS നമ്മളിത് പറയുന്ന പോലെ തന്നെയാണ് നമുക്ക് GSTയുടെ ഫയലിംഗ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മൾ GSTയുടെ നമുക്ക് പറയുന്നത് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ മാസവും 20-ാം തീയതിയാണ് നമുക്ക് പേ ചെയ്യുന്നത്. ഞാൻ പേയ്മെന്റ് വയസ്സാണ്, റിട്ടേൺ അല്ല പറയുന്നത്. GSTയുടെ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ 20-ാം തീയതിയാണ് ശരിക്കും പേ ചെയ്യേണ്ടത്. അപ്പം മാർച്ച് മാസത്തെ ഏപ്രിൽ 20, ഏപ്രിൽ മാസത്തെ മെയ് 20, അങ്ങനെ അതാത് മാസം നെക്സ്റ്റ് മന്തിൽ 20-ാം തീയതിക്ക് മുമ്പാണ് 3B എന്ന് പറഞ്ഞൊരു ഫോം ഫയൽ ചെയ്തു. ഫോം 3B എന്ന് പറഞ്ഞത് ഫയൽ ചെയ്യണം. പിന്നെ നമുക്ക് മന്ത്ലി വരുന്ന വേറൊരെണ്ണം എന്ന് പറഞ്ഞാൽ PF ESI ഉണ്ടെങ്കിൽ എല്ലാ മാസവും 15-ാം തീയതിക്ക് മുമ്പ് നമ്മൾ പേ ചെയ്ത് ഫയൽ ചെയ്യണം. PF ESI. അപ്പോൾ ഇതാണ് നോർമലി വരുന്നത്, മന്ത്ലി വരുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞ 3 ഡേറ്റ് ബിസിനസ്സുകാരൻ ഓർത്തിരിക്കണം. 1 7-ാം തീയതി, 2 20-ാം തീയതി, 20-ാം തീയതി GSTയുടെ, PF ESI എന്ന് പറയുന്നത് 15-ാം തീയതി. ഈ 3 ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റിനുള്ളിൽ അവർ ആ 3 കാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ അതിന് പെർ ഡേ വെച്ചിട്ട് ഫൈൻ വരുന്നതാണ്. എല്ലാത്തിനും പെർ ഡേ അല്ല, അതായത് GSTയുടെ കേസിലൊക്കെ പെർ ഡേ വരുന്നു. അപ്പം എന്താണെങ്കിലും ഫൈൻ വരും. ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മറ്റേതിന് TDS ആകുമ്പോൾ ഇൻട്രസ്റ്റ് വരും. പെർ ഡേ GSTയിലാണ് പെർ ഡേ. അത് ഏത് ടൈപ്പ് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ 3 ഡേറ്റ് വളരെ ഇത്രയും ഓർത്താൽ മതി. ഗവൺമെന്റിന് കൊടുക്കേണ്ട പൈസ കൊടുത്തിട്ടില്ല എങ്കിൽ അതിന് ഫൈനും ഇൻട്രസ്റ്റും വരും. അത് മാത്രം ഓർത്താൽ മതി. ഒരു ബിസിനസ്സുകാർ 3 ഡേറ്റ് ഓർക്കണം. 7, 20. അതെ, പേയ്മെന്റ് കേസിൽ, മന്ത്ലി ഉള്ള പേയ്മെന്റ് കേസിൽ ഓർത്തിരിക്കണം. ഓക്കെ സാർ, ഇപ്പം മാസത്തിലെ 3 പേയ്മെന്റ് പറഞ്ഞല്ലോ. പേയ്മെന്റ് നമ്മൾ അടയ്ക്കണമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഒരു മാസത്തിൽ ഫയൽ ചെയ്യേണ്ട റിട്ടേൺ ഫയലുകൾ ഉണ്ടാവും. ചെയ്യേണ്ട ഫയലുകളുണ്ട്. അതെന്തൊക്കെയാണ്? അതായത് ഇപ്പം നമ്മൾ TDSന്റെ റിട്ടേൺ പറഞ്ഞു ക്വാർട്ടറിൽ ചെയ്യുന്ന പോലെ നമുക്ക് GSTയുടെ കേസിൽ, നോർമൽ കേസിൽ ചെയ്ത് ഫയൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ GSTR 1 എന്ന് പറഞ്ഞത്. അതിന് സാറി പറഞ്ഞ പോലെ ഡേറ്റ് ഓർത്തിരിക്കേണ്ടത് 11-ാം തീയതിയാണ്. എല്ലാ മാസവും അത് കഴിഞ്ഞിട്ടുള്ള 11-ാം തീയതിക്ക് മുമ്പ് നമ്മൾ ആ മാസത്തെ നമ്മൾ GST റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പം എല്ലാ മാസവും 11-ന് മുമ്പ് ചെയ്യേണ്ട GSTR 1 എന്ന് പറഞ്ഞൊരു റിട്ടേൺ ആണ് ഫയൽ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് GSTR 3B എന്ന് പറഞ്ഞൊരു റിട്ടേൺ ആണ്. അത് ചെയ്യേണ്ട ഡേറ്റ് ആണ് 20-ാം തീയതി. അപ്പം 11-ാം തീയതി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, 20-ാം തീയതി ഇമ്പോർട്ടൻ്റ്. ഓക്കെ സാറേ, ഒരു സംശയം. GSTR 1 എന്ന് പറയുന്നത് നമ്മൾക്ക് GST ഇൻപുട്ട് അല്ല. GSTR 1 എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഔട്ട്വേർഡ് സപ്ലൈ, അതായത് നമ്മുടെ സെയിൽ. ഇപ്പം GSTയുടെ ഭാഷ പറയുകയാണ് സപ്ലൈ എന്നുള്ളതേ ഉള്ളൂ. ഇൻവേർഡ് സപ്ലൈ, ഔട്ട്വേർഡ് സപ്ലൈ. ആ ഔട്ട്വേർഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ്. ഇപ്പം B2B ബിസിനസ് ഉണ്ട്, B2C ഉണ്ട്. B2B എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്. GST ഉള്ളവർക്ക് കൊടുക്കുന്ന നമ്മൾ സപ്ലൈ ഉണ്ട്, GST ഇല്ലാത്തവർക്ക് കൂടെ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ്, ഔട്ട്വേർഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ് GSTR 1. അത് ചെയ്യേണ്ട ഡേറ്റ് ആണ് 11-ാം തീയതി. ഓക്കെ, അതിന് റിലേറ്റ് ചെയ്തിട്ടാണ് GSTR 3B നമ്മൾ 20-ാം തീയതി ചെയ്യേണ്ടത്. അതായത് ഈ ഇൻപുട്ട് എടുത്തിട്ട് നമ്മൾ, അതായത് ഈ ഔട്ട്പുട്ട് നമ്മൾ ഈ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി വരും. അത് നമുക്ക് നമ്മുടെ ഇൻപുട്ട് എത്രയുണ്ട്, അതായത് അതേ സമയത്ത് നമ്മൾ സപ്ലൈസൊക്കെ ഈ 1 ഫയൽ ചെയ്ത് നമ്മുടെ 2Bയിൽ അത് ജനറേറ്റ് ആയിട്ടിരിക്കും.
അത്ര എമൗണ്ട് കുറച്ചിട്ടുള്ളതാണ് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ GSTR 3B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് അടയ്ക്കാനായിട്ട് ഉള്ളത്. അത് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് സപ്ലൈയുടെ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് ഇൻപുട്ട് സപ്ലൈയുടെ വന്നിരിക്കുന്ന ITC കുറച്ചിട്ട് വരുന്നതാണ് നമ്മൾ ക്യാഷ് ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. അത് ഫയൽ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും 20-ാം തീയതിയാണ്. ഓക്കെ, അതാണ് GSTയിൽ മന്ത്ലി വരുന്ന റിട്ടേൺ. വേറെ എന്തെങ്കിലും മന്ത്ലി വരുന്നുണ്ടോ ഫയൽ ചെയ്യേണ്ടത്? മന്ത്ലി ഈ GSTയുടെ കേസിൽ അതേ വരുന്നുള്ളൂ. പിന്നെ മന്ത്ലി ഇല്ല, പിന്നെ മന്ത്ലി റിട്ടേൺ ഫയലുകളില്ല. പിന്നെ ആനുവലി ഉള്ളതേ ഉള്ളൂ GST. ആനുവലി എന്തൊക്കെയാണ്? ആനുവലി റിട്ടേൺ എന്ന് പറഞ്ഞാൽ ആനുവൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ പറയാം. അതായത് ഇതിൻ്റെയൊക്കെ ഒരു സമ്മറി ഉള്ളൂ. അതായത് അതെന്നാ ഫയൽ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ വർഷവും ഇപ്പം ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന മാർച്ച് 31-നാണല്ലോ. അപ്പം മാർച്ച് 31-ന് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തൊട്ടിട്ട് ഡിസംബർ 31-നകമാണ് നമ്മൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അപ്പം ആ വർഷത്തിൻ്റെ ഒരു സമ്മറിയാണ് നമ്മൾ കൊടുക്കുക. അപ്പം ഡിസംബർ 31-നാണ് നമ്മൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അതായത് GSTR 9 എന്ന് പറഞ്ഞൊരു ഫോമാണ് ആനുവൽ റിട്ടേൺ. അത് ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ 31 വരും. GSTR 9. ഇപ്പോൾ സാറ് സംസാരിച്ചപ്പം GSTR 1 പറഞ്ഞു, 3 പറഞ്ഞു, 3B പറഞ്ഞു. അപ്പോൾ GSTR 2 എന്ന് പറഞ്ഞിട്ടൊരു ഫയലിംഗ് ഇല്ല? GSTR 2 എന്ന് പറഞ്ഞൊരു ഫയലിംഗ് അല്ല വരുന്നത്. ഈ GSTR 2Bയും ഞാനിപ്പോൾ ഒരു പേര് പറഞ്ഞത് 2Aയും 2B എന്ന് പറയുന്നത് ഈ 1 ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ആർക്ക് ഇപ്പോൾ B2B ബിസിനസ് ആണെങ്കിൽ ആർക്കാണോ വരുന്നത് അവർക്ക് അവിടെ റിഫ്ലക്റ്റ് ആയിട്ട് വരുന്നതാണ് 2Bയും 2 ടേബിളുകൾ, 2Bയും 2Aയും. അത് നമുക്ക് ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ഫയൽ ചെയ്യുന്നത് അവിടെ ഫയൽ ചെയ്യുമ്പോൾ ഇവിടെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 1ഉം 1Aയും ഫയൽ ചെയ്യുമ്പോൾ. ഒരു കോമൺ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മളിങ്ങനെ ഫയൽ ചെയ്യുന്നുണ്ട്, അപ്പം നമ്മുടെ അപ്പുറത്തെ വശത്തിരിക്കുന്ന ആള് അത് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ നമുക്ക് എങ്ങനെയാണ് അറിയാം? തീർച്ചയായിട്ടും ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ 1 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 3B 20-ാം തീയതി ആണല്ലോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ബില്ല് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബില്ല് കിട്ടും. അപ്പം നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ GSTR ലോഗിൻ ചെയ്തുമ്പോൾ നമ്മുടെ അവിടെ 2Bയിൽ അത് റിഫ്ലക്റ്റ് ആയിട്ട് വന്നെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ബില്ലുണ്ട്, പേ ചെയ്തെങ്കിലും നമുക്ക് ഈ ഇൻപുട്ട് എടുക്കേണ്ട കണ്ടീഷനൊന്നും നമുക്ക് 2Bയിൽ റിഫ്ലക്റ്റ് ആയി വരും. അങ്ങനെ നമ്മൾ ഇവർ 11 ചെയ്ത് 13-ാം തീയതി തൊട്ടിട്ടാണ് അത് റിഫ്ലക്റ്റ് ആയി വരുന്നത്. 11-ാം തീയതി 1 ഫയൽ ചെയ്യുന്നു, പിന്നെ നമ്മൾ 13-ാം തീയതി ആകുമ്പോഴാണ് ചിലപ്പോൾ അത് റിഫ്ലക്റ്റ് ആയി. അപ്പോൾ 13 കഴിഞ്ഞിട്ടേ നമ്മൾ 3B ചെയ്യാൻ തുടങ്ങണം. അപ്പം നമ്മൾ അക്കൗണ്ടൻറ്റ് ചെയ്യണമാണ്, നമ്മൾ അതിനകത്ത് നോക്കണം നമ്മുടെ ഈ ഫിസിക്കലിരിക്കുന്ന ബില്ലുകളും ഇതുമായിട്ട് മാച്ചാണോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആ സപ്ലയറെ വിളിച്ച് പറഞ്ഞ് ഇത് ചെയ്യിപ്പിക്കണം. ഓക്കെ, ഇത് നമുക്ക് ഒരു സൈറ്റിൽ കൂടിയാണ് അറിയാൻ പറ്റുക. ഒരു ബിസിനസ് ഓണർക്ക് ഇതെങ്ങനെയാണ് ഒരു സൈറ്റ്? ഇത് ശരിക്കും ബിസിനസ് ഓണർ ഇത് ചെയ്യണം എന്നല്ല, ശരിക്കും ബിസിനസ് ഓണർ ഓരോരോ ഇത് കൊടുത്തിട്ട് അക്കൗണ്ടന്റ് ആണ് അല്ലെങ്കിൽ ഇത് GST ഫയൽ ചെയ്യുന്നവർക്കാണ് ഇത് കാണാൻ പറ്റുന്നത്. അപ്പം GST ലോഗിൻ ചെയ്ത് GST ഗവൺമെൻറ് സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ വന്ന് നിൽക്കും. ആരുടെയൊക്കെ സപ്ലൈ ആണ് നമുക്ക് ഇൻപുട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതെടുത്തിട്ടാണ് നമ്മൾ 3Bയിലെടുത്ത് ഇൻപുട്ട് അവൈൽ ചെയ്തിട്ട് അത് നമുക്ക് ഗവൺമെന്റിന്റെ GST സൈറ്റിൽ പോയാൽ നമ്മുടെ GST നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കാണാം. ഒരു അക്കൗണ്ടന്റ് അല്ല, ഫയൽ ചെയ്യുന്ന ഒരു ബിസിനസ് ഓണർക്ക് വേണമെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ബിസിനസ് ഓണർ ഇത് അക്കൗണ്ടന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അക്കൗണ്ടന്റ് അല്ല എങ്കിൽ അത് GST ആരാണ് ഫയൽ ചെയ്യുന്നത് അവരെ കൊണ്ട് മറക്കാതെ ചെയ്യിപ്പിക്കണം. ആ രീതിയിൽ നമ്മൾ ഈ ഡേറ്റുകൾ ഓണർ അറിഞ്ഞിരിക്കണം. ഇപ്പം 11-ാം തീയതി അറിയണം, 20-ാം തീയതി അറിയണം, അതിന് മുമ്പ് തന്നെ അറിയണം. അപ്പം എന്നിരുന്നെങ്കിൽ മാത്രമല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെ, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള വിശേഷ ദിവസങ്ങളൊക്കെ ഓർത്തിരിക്കുന്ന പോലെ തന്നെ ഒരു ബിസിനസ്സിലെ വിശേഷ ദിവസങ്ങളാണ് ഈ ഡേറ്റുകളെല്ലാം. അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുകയും അത് ഓർത്തിരിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ആനുവൽ റിട്ടേൺ സാർ ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞപ്പം ഇയർലി ചെയ്യുന്ന ആനുവൽ GSTR 9 എന്ന് പറയും. അപ്പം 2 crore വരെയുള്ളവർക്കാണ് ഓപ്ഷൻ അല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി ആനുവൽ റിട്ടേൺ. 2 crore അബോവ് വരുന്നവർക്ക് അത് ആനുവൽ റിട്ടേൺ കമ്പൽസറി ആയിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ അതിനും ഫൈൻ ഉണ്ട്. 10,000 വരെയും വേണമെങ്കിൽ ഫൈൻ വരും. പെർ ഡേ വെച്ചിട്ടാണ് ഫൈൻ വരുന്നത്. അതിൽ ഒരു ഫോം കൂടി അതിൻ്റെ കൂടെ നമുക്ക് പറയാവുന്നതുണ്ടെന്ന് പറഞ്ഞാൽ 9C എന്ന് പറഞ്ഞൊരു റെക്കൺസിലേഷൻ ഉണ്ട്. അതായത് നമ്മൾ ഫിനാൻഷ്യൽ എല്ലാ വർഷവും നമ്മൾ കണക്ക് മാർച്ച് 31 വെച്ചിട്ട് നമ്മൾ ഫിനാൻഷ്യലി പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ആ ഫിനാൻഷ്യലി പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ആ ഫിനാൻഷ്യലും നമ്മൾ ആനുവൽ റിട്ടേണും തമ്മിലൊരു റെക്കൺസിലേഷൻ സ്റ്റേറ്റ്. അതുകൊണ്ടാണ് GSTR 9C എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്. അതും ഫയൽ ചെയ്യേണ്ടത് 9 ഫയൽ ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ അതുകൂടി നമ്മൾ ഫയൽ ചെയ്യണം. അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ 31. ഡിസംബർ 31. അപ്പോൾ ഡിസംബർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ബിസിനസ്സുകാരെ സംബന്ധിച്ച്. അതെ, ഡിസംബർ 31 ഉണ്ട്. അതിപ്പോൾ GST സംബന്ധിച്ച് ഇൻകം ടാക്സിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റുകൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, മാസത്തിൽ ഒരു വർഷത്തിലെ ഒരു മാസത്തിൽ കുറെ ഫയലിംഗിന്റെ ഇമ്പോർട്ടൻസ് ഡേറ്റ് വരുന്നത് ഡിസംബറിൽ വരുന്നുണ്ട് അല്ലേ? ഓക്കെ സാർ, ഇപ്പം ഡിസംബർ മാസത്തിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ച്. അതിൽ ഇൻകം ടാക്സിലും ഇതുപോലെ തന്നെ കുറെ ഫയലിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതും കുറെ ഈ മാസത്തിന്റെ
പ്രത്യേകതകൾ ഉണ്ടാവില്ലേ? ഇന്ന മാസത്തിലായിരിക്കും അത് ചെയ്യേണ്ടത്. അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് പറയാം. ഇൻകം ടാക്സിൽ ഇപ്പോൾ ലാസ്റ്റ് ബഡ്ജറ്റ് വന്നതെന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽസിൻ്റെ ടാക്സ് ഓഡിറ്റ് ഇല്ലാത്തതിൻ്റെ നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് ജൂലൈ 31 ജൂലൈ 31. അപ്പം എല്ലാ വർഷവും ജൂലൈ 31 ഫയൽ ചെയ്യാനായിട്ടുള്ളത്. ഇനി ഓഡിറ്റ് ഉള്ള കേസിലാണെങ്കിൽ നമുക്ക് ഫയൽ ചെയ്യേണ്ടത് ഒക്ടോബർ 31. ഓഡിറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ 1 കോടി കൂടുതൽ ടേൺ ഓവർ വരുന്നതിനാണ് ഓഡിറ്റ് വരുന്നത്. അതിൽ വേറെ മറ്റ് പ്രൊവിഷൻ ഉണ്ട്. 44AB ഓഡിറ്റ് വരുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഒക്ടോബർ 31 റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്തെങ്കിലും നമ്മൾ അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത് സെപ്റ്റംബർ 30, അതായത് 1 മാസം മുമ്പാണ് ഫയൽ ചെയ്യേണ്ടത്. അപ്പം സെപ്റ്റംബർ 30 ഓഡിറ്റ് റിപ്പോർട്ടും ഫിനാൻഷ്യലും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടാക്സ് അടച്ച് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ് ഒക്ടോബർ 31. അപ്പം നമ്മൾ കണക്കും ഫിനാൻഷ്യലും പ്രിപ്പയർ ചെയ്തിരിക്കേണ്ടത് സെപ്റ്റംബർ 30. അത് 30 ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒക്ടോബർ 31 നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യത്തുള്ളൂ. അപ്പം ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത് ഓഡിറ്റർ ചെയ്യേണ്ടതാണ്. അവർ ഓഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഫിനാൻഷ്യലുമാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് ഇൻകം ടാക്സിൽ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ സെപ്റ്റംബർ 30 അത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒക്ടോബർ 31 ഇൻകം ടാക്സ് റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒക്ടോബർ 31 ശരിക്കും ടാക്സ് ഓഡിറ്റ് ഉള്ള കേസുകളിൽ. അതിപ്പം പ്രൊപ്പറേറ്റർ ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിലും LLP ആണെങ്കിലും കമ്പനി ആണെങ്കിലും എല്ലാത്തിൻ്റെയും ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 31 ഡ്യൂ ഡേറ്റ്. ഇൻഡിവിജ്വലിൻ്റെ കേസ് ഓഡിറ്റ് ഇല്ലാത്തതിൻ്റെ കേസ് ജൂലൈ 31. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അതെ. ഇത്തവണ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ഓഗസ്റ്റ് 31 ഒരു ഡ്യൂ ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മറ്റ് ബിസിനസ് ഉള്ളവർക്ക് ചെയ്യാനായിട്ടുള്ള, ഓഡിറ്റ് ഇല്ലാതെ ബിസിനസ് ഉള്ളവർക്ക് ചെയ്യാനായിട്ട് വരുന്നത്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡേറ്റിൽ എന്തെങ്കിലും അടയ്ക്കാൻ വിട്ടുപോവുകയോ ചെയ്യാതിരുന്നിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ നേരത്തെ GSTയുടെ PF ഒക്കെയാണ് പേയ്മെൻറ്റ് കേസ് പറഞ്ഞത്. പക്ഷെ അതിൽ നമ്മൾ മന്ത്ലി പേയ്മെൻറ്റ് പറഞ്ഞെങ്കിലും നമ്മൾ ക്വാർട്ടർലി പേയ്മെൻറ്റ് നമ്മൾ വിട്ടുപോയിരുന്നു. കാരണം ഇൻകം ടാക്സിൽ ക്വാർട്ടർലി പേയ്മെൻറ്റ് വരുന്നുണ്ട്. അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ജൂൺ 15 ചെയ്യണം, പേ ചെയ്യണം. നമുക്ക് TV-യിൽ ഇപ്പം എപ്പോഴും ഇൻകം ടാക്സ് പരസ്യം കൊടുത്ത് നമ്മൾ കാണുന്നതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം നമുക്ക് ഈ ടാക്സ് അടയ്ക്കുന്നു എന്നുണ്ടെങ്കിലും ആ വർഷം മാർച്ച് 31 ഏകദേശം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് 100% തന്നെ ടാക്സ് അടയ്ക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പം ഗവൺമെൻറ് പറയുന്ന രീതിയിൽ നമ്മൾ എല്ലാ വർഷവും ജൂൺ 15 ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് 15% നമ്മൾ അടച്ചിരിക്കണം. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 15 ഇൻകം ടാക്സിൻ്റെ അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പം 45% അടച്ചിരിക്കണം. അതായത് 45% പറഞ്ഞാൽ ടോട്ടൽ ടാക്സിൻ്റെ 45% അഗ്രിഗേറ്റ് ആയിട്ട്, അതായത് ആദ്യം 15 അടച്ചാൽ ബാക്കി വരുന്ന 45% വരും. പിന്നെ 75% ഡിസംബർ 15 അടയ്ക്കണം. പിന്നെ ബാക്കി വരുന്ന ബാലൻസ് വരുന്നത് 100% നമ്മൾ മാർച്ച് 15 അടയ്ക്കണം. അങ്ങനെ 4 പ്രാവശ്യമായിട്ട് അഡ്വാൻസ് ടാക്സും അടയ്ക്കേണ്ടതുണ്ട്. അപ്പം സാർ ഇപ്പോൾ എന്നോട് ചോദിച്ച് ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ടൈം, അത് അഡ്വാൻസ് ടാക്സ് ആയിട്ട് നമ്മൾ ഡ്യൂറിങ് ദ പീരീഡിൽ 4 പ്രാവശ്യമായിട്ട് ഒരു വർഷത്തിൽ അടയ്ക്കണം. അപ്പം ഇൻകം ടാക്സ് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളിപ്പം ഇത് ഈ ചർച്ച ചെയ്യുന്ന സമയം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് ഞാൻ പറഞ്ഞു ഇൻകം ടാക്സ് ആക്ട് ഇതുവരെ കഴിഞ്ഞ മാർച്ച് 31 വരെ നമുക്ക് 1961 ആക്ട് ആയിരുന്നു നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഈ ഏപ്രിൽ 1 തൊട്ടിട്ട് നമുക്കിപ്പോൾ ആപ്ലിക്കബിൾ 2025 ഇൻകം ടാക്സ് ആക്ട് 2025. അതെ. അപ്പം ആ ഇൻകം ടാക്സിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ഈ ഏപ്രിൽ മാസം എന്ന് പറഞ്ഞാൽ പുതിയ ആക്ടിലോട്ട് കടന്നു. ഏപ്രിൽ 1 തൊട്ട് പുതിയ ആക്ടാണ് വന്നിരിക്കുന്നത്. അത് പ്രകാരമാണ് ഇനിയുള്ളത് പോകുന്നത്, നമ്മൾ ചെയ്തു പോകുന്നത്. സാർ ഇപ്പം ഒരുപാട് പേയ്മെന്റുകൾ ചെയ്യേണ്ടതും റിട്ടേൺ കൊടുക്കേണ്ടതും അത് കൊടുക്കേണ്ട ദിവസങ്ങളും മാസങ്ങളൊക്കെ സാറ് പറഞ്ഞു. ഇത് കൂടാതെ വേറെ ഏതൊക്കെ പേയ്മെന്റുകൾ ഒരുപാടുണ്ടാവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള? ഞാൻ പറഞ്ഞല്ലോ, അതായത് സ്ഥാപനങ്ങളിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പേയ്മെന്റ്, ഇപ്പോൾ ഈ എക്സ്പോർട്ട് ഉണ്ടെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡുകൾ, അതിൻ്റെയൊക്കെ മറ്റ് പേയ്മെന്റ്, അതിൻ്റെ രജിസ്ട്രേഷൻ റിന്യൂവലും ഒക്കെ വരും. എന്നിരുന്നാലും ഏതൊരു സ്ഥാപനവും ചെയ്യേണ്ട, ഇപ്പോൾ ഞാനിപ്പോൾ GST ഇൻകം ടാക്സ് ഏത് സ്ഥാപനവും ചെയ്യേണ്ടതാണ്. PF ESA രജിസ്റ്റേർഡ് ആണ് അവർ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ചെയ്യേണ്ടി വരുമ്പം നമുക്ക് മെയിൻലി പറയേണ്ട രണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ രജിസ്ട്രേഷൻ എടുക്കുന്നത് അത് നമുക്ക് പുതുക്കുമ്പോൾ വേണം. അതുപോലെ തന്നെ നമ്മൾ തൊഴിൽ കരം അടയ്ക്കണം. അത് നമ്മൾ അടയ്ക്കേണ്ടത് സെപ്റ്റംബർ മാസമാണ് അടയ്ക്കേണ്ടത്, മാർച്ച് മാസമാണ് അടയ്ക്കേണ്ടത്. അത് ഏത് സ്ഥാപനങ്ങളും നമ്മൾ ജനറലി നമ്മളത് പേ ചെയ്യേണ്ടതാണ്. സെപ്റ്റംബർ മാസവും പേ ചെയ്യണം, മാർച്ച്. അതിപ്പോൾ അതായത് കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് വരും, അത് നമ്മൾ പേ ചെയ്തു. അത് നമ്മുടെ അവിടുത്തെ എത്ര എംപ്ലോയീസ് സ്റ്റാഫിൻ്റെ എണ്ണം അനുസരിച്ചിട്ടുള്ള എമൗണ്ട് വെച്ചിട്ട് ചെയ്തു പോകണം. ഇത് കൂടാതെ നമ്മൾ സാലറി ആണെങ്കിൽ നമ്മളത് WPS വഴി പ്രകാരം ക്ഷേമനിധിയിലോട്ട് അടയ്ക്കുന്നത്, അത് ഈ PF ESAയുടെ കൂടെ തന്നെ നമ്മൾ അടച്ചു പോകേണ്ടതാണ്. കാരണം ഇതെല്ലാം അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ ഡ്യൂ ഡേറ്റിൽ തന്നെ അടയ്ക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം ഇത് അടച്ചില്ലെങ്കിൽ നമ്മൾ പല ഇൻകം ടാക്സിൽ ഇപ്പോൾ PF ESA ഒക്കെ ഡ്യൂ ഡേറ്റിൽ അടച്ചില്ല എങ്കിൽ അതൊക്കെ ഡിസലോ ചെയ്യും. അതൊക്കെ നമുക്ക് ടാക്സ് ലയബിലിറ്റി കൂടും. അതുകൊണ്ട് ഈ പേയ്മെന്റ് ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്. ഞാനിതിങ്ങനെ സാറിനോട് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ പല ബിസിനസ് ഓണേഴ്സും
അക്കൗണ്ടൻ്റെ ഭാഗത്തോട്ട് അധികം ശ്രദ്ധിക്കാറില്ല, അവർ ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഓണേഴ്സ് ഇത് അറിഞ്ഞിരിക്കണ്ടേ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ ശരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇങ്ങനെയുള്ള ഡേറ്റുകൾ ഉണ്ടെന്നും ഇതിങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെയാണ് അത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാസങ്ങളാണ് ഈ പൈസ അടയ്ക്കേണ്ടതെന്ന് പറയുന്ന എന്തെങ്കിലും കലണ്ടറുകൾ ഉണ്ടോ അവൈലബിൾ ആയിട്ട്? അങ്ങനെ നമുക്ക് ഒരു ഒറ്റ കലണ്ടറുകളായിട്ട് ഇല്ല. പിന്നെ നമ്മുടെ ക്ലയൻറ്റിന് വേണ്ടി നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മളായിട്ടിരിക്കുന്ന ക്ലയൻറ്റുകൾ ഇതിൽ വീഴ്ച വരുത്തിയാൽ നമ്മൾ തന്നെ ഇത് ഒരിക്കൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഇത് തന്നെ ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്ലയൻറ്റ് ചോദിക്കുമ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട്. കംപ്ലൈൻസ് അതാത് ആൾക്കാരുടെ, അതാത് ഇൻഡസ്ട്രിക്ക് പറ്റുന്ന കംപ്ലൈൻസ് കലണ്ടറുകൾ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. കാരണം ഇല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ട് ഇത് ഓഡിറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ ബുദ്ധിമുട്ട്. അപ്പം ഡ്യൂ ഡേറ്റിൽ തന്നെ ചെയ്തു പോകുക എന്നുള്ളത് ആർക്കും നഷ്ടം. ഞങ്ങളൊരു ജ്വല്ലറി ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സാറിനെ പോലുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഞങ്ങൾ എന്തൊക്കെയും ഒരു കലണ്ടർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാകും. അതല്ലെങ്കിൽ നല്ല അക്കൗണ്ടന്റ് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടന്റിന് അറിയാമല്ലോ ഇത്, അത് തന്നെ ഒരു കലണ്ടറായിട്ട് അവർക്കത് അതെപ്പോഴും നല്ലതായിരിക്കും. ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് ഓണറുടെ മേശപ്പുറത്ത് ഇങ്ങനെ ഒരു കലണ്ടറിന്റെ ഒരു സംഭവം ഉള്ളത് നല്ലത് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പം നമ്മളൊരു സാധാ ബിസിനസ് ആണെങ്കിൽ ഇപ്പം ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതൊന്നും നോക്കാൻ സമയം കിട്ടൂല. അപ്പം GST 22-ാം തീയതിയാണ് പേയ്മെന്റ് പോകുന്നതെങ്കിൽ അവനറിയാം അവിടെ 25 അല്ലെങ്കിൽ 50 രൂപ വെച്ചിട്ട് നമ്മൾ ഫൈൻ അടച്ചു, അത് പോകും. അപ്പം അങ്ങനെയുള്ള ഡ്യൂ ഡേറ്റ് അറിയാൻ അക്കൗണ്ടിനോട് ചോദിക്കും എന്തുകൊണ്ട് ചെയ്ത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഡ്യൂ ഡേറ്റുകൾ അറിഞ്ഞിരിക്കണം. TDS അടയ്ക്കുമ്പം ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കണം. അപ്പം അത് ഈ 7-ാം തീയതി കഴിഞ്ഞിട്ട് അടയ്ക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കണം. ഈ അതാതിനെ പറ്റി ഒരു അറിവുണ്ടെങ്കിൽ മാത്രമല്ല നമുക്കത് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ ഒരു എന്നുവെച്ചാൽ ഇൻഡെപ്ത് നോളജ് വേണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കുറച്ച് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ബിസിനസ് റൺ ചെയ്യുമ്പോൾ അല്ലാതെയുള്ള നഷ്ടങ്ങൾ, നമ്മുടെ റവന്യൂ ലീക്കേജുകൾ ഇതുപോലെയുള്ളതൊന്നും സംഭവിക്കില്ല. ഇൻട്രസ്റ്റ് ഒന്നും ആയിട്ട് പെനാൽറ്റി ഒന്നും അടയ്ക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല ബിസിനസ് ഓണർ ആണെങ്കിൽ അയാൾ ചെയ്യുന്ന ബിസിനസ് ഏതാണോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അടുത്ത് പോയിരുന്നു, അല്ല അക്കൗണ്ടൻ്റ് അടുത്ത് പോയിട്ട് ഒരു വർഷത്തെ ഒരു കലണ്ടർ ഉണ്ടാക്കുകയും ആ കലണ്ടർ അയാളുടെ ബിസിനസ് ടേബിളിൻ്റെ മുമ്പിൽ വെക്കുകയും അത് കറക്റ്റായിട്ട് ചെയ്തോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ബിസിനസ്സിൻ്റെ കുറേ കാര്യങ്ങൾ അയാൾക്ക് കൃത്യതയായി കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ കേൾക്കുന്ന ബിസിനസ്സുകാരെല്ലാവരും അങ്ങനെ ഒരു കാര്യം തീരുമാനമെടുക്കുന്നത് വളരെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. ഓക്കെ, സാറിപ്പോൾ സംസാരിച്ചു നമ്മുടെ ഇൻകം ടാക്സിലെ കുറച്ച് ഭേദഗതികൾ, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതുവരെ 1961 ഉണ്ടാക്കിയ ആക്ട് ആയിരുന്നു നിലവിലുണ്ടായിരുന്നു. ഇപ്പം 2025 പുതിയ ആക്ട് പ്രകാരം വന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് സാറേ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന മാറ്റങ്ങൾ? അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? അതായത് നമുക്ക് ഒരു ബിസിനസ്സുകാരൻ എന്ന് പറയുമ്പോൾ നമ്മളതിൽ മെയിനായിട്ട് ഈ ആക്ട് മാറി. അതായത് കഴിഞ്ഞ 1961 ഇൻകം ടാക്സ് ആക്ട് 1961 എന്നുള്ളത് ഇൻകം ടാക്സ് ആക്ട് 2025 ആയിട്ട് വരുമ്പോൾ അതിൽ പ്രധാനമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഗവൺമെൻറ് ഇതൊന്നും ലഘൂകരിക്കാൻ വേണ്ടി ചെയ്തതാണ്. അത് എത്രത്തോളം ലഘൂകരിക്കാൻ പറ്റുമെന്നുള്ളത് അതിൻ്റെ പ്രൊസീജിയറിൽ ഇത് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇൻകം ടാക്സ് റിട്ടേണിലൊക്കെ കുറേ അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് ഒരു സെക്ഷൻ നമ്പറുകളൊക്കെ പഴയതിൽ നിന്ന് സെക്ഷൻ നമ്പറുകളൊക്കെ കുറഞ്ഞു, ചാപ്റ്ററുകൾ കുറഞ്ഞു. അതുപോലെ തന്നെ ഫോമുകൾ, ഇൻകം ടാക്സ് ഫോമുകളുണ്ടല്ലോ, പല പല ഫോമുകൾ. ഇപ്പോൾ 15CA, 15CB, ഈ 15H, അങ്ങനെ പറഞ്ഞ എല്ലാ ഫോമുകളും പഴയ ഫോമുകളൊക്കെ മാറി, അതിൽ നമ്പർ കുറച്ചു. അതുപോലെ തന്നെ ആ ഫോമിൻ്റെ പേരുകൾ മാറി. ഇതൊക്കെയാണ് നമ്മളറിയാം. ഈ മാറ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സാറിന് തന്നെ ചിലപ്പോൾ നേരിട്ട് കാണുമായിരിക്കാം. കാരണം നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞ് മുകളിൽ AY അല്ലെ കണ്ടിട്ടില്ല സാർ? അതായത് അസസ്മെന്റ് ഇയർ എന്നാണ്. ഈ പഴയ ആക്ടിൽ നമുക്ക് അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയറും വളരെ ഇമ്പോർട്ടൻ്റ്. ഈ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആ പ്രീവിയസ് ഇയറിൻ്റെ അസസ്മെന്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ടുള്ള വർഷം. അതായത് ഉദാഹരണത്തിന് പഴയ ആക്ട് പറയുവാണെങ്കിൽ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഇയർ എപ്പോഴും അറിയാമല്ലോ, അത് ഇന്നും അന്ന് ഒരുപോലെ തന്നെ. അതായത് April 1 തൊട്ട് March 31 വരെയുള്ള ഫിനാൻഷ്യൽ ഇയർ ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ, വിദേശത്തൊക്കെ കലണ്ടർ ഇയർ തന്നെ ഫിനാൻഷ്യൽ ഇയർ എടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ കേസിൽ നമുക്ക് April 1 തൊട്ടിട്ട് March 31 വരെയാണ്. അപ്പം ഇൻകം ടാക്സ് ആക്ട് 1961 അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ, അതായത് ഈ സംഭവങ്ങൾ നടക്കുന്നത്, നമ്മൾ ഈ ട്രാൻസാക്ഷനൊക്കെ നടക്കുന്ന ഇയറിനെ പറയുന്നതാണ് പ്രീവിയസ് ഇയർ എന്ന് പറയും.
ആ പ്രീവിയസ് ഇയറിലെ ട്രാൻസാക്ഷൻ്റെ ഒക്കെ ആകത്തുക നമ്മൾ കണ്ടുപിടിക്കുന്ന ടാക്സ് അടയ്ക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയും. അപ്പം 25-26 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇയർ പ്രീവിയസ് ഇയർ ആണെങ്കിൽ 26-27 അസസ്മെൻറ്റ് ഇയർ വരുന്നത്. അത് ഇൻകം ടാക്സ് ആക്ട് 1961 ആ ഒരു സംഭവം എടുത്ത് കളഞ്ഞു. ഇപ്പം നമുക്ക് ആകെ ഒരു ഒറ്റ ഇതേ ഉള്ളൂ, ടാക്സ് ഇയർ. പ്രീവിയസ് ഇയറും ഇല്ല, അസസ്മെൻ്റ് ഇയറും ഇല്ല, രണ്ടും എടുത്ത് കളഞ്ഞിട്ട് ടാക്സ് ഇയർ. അത് തന്നെ നമുക്ക് കോമൺ മാൻ, അതായത് അസസിക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാകും. അപ്പം നമ്മളിനി എപ്പോഴും ഏതാ അസസ്മെൻ്റ് ഇയർ ഏതാ പ്രീവിയസ് ഇയർ ആ ഒരു കൺഫ്യൂഷൻ പോകും. അതായത് അറിയാൻ മേലാത്തവർക്ക് അതൊരു വലിയൊരു തലവേദനയായിരുന്നു. അത് മാറിയിട്ട് ടാക്സ് ഇയർ ആയി. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ട്. ഇനി അത് ഫോമുകൾ IT റിട്ടേണുകളിലൊക്കെ ലഘൂകരിച്ച് ഇനിയിപ്പോൾ അതിൻ്റെ റൂളുകളൊക്കെ വന്നു കേട്ടോ. അത് ഈ 2026 ഏപ്രിൽ 1 തൊട്ടാണ് ഇത് ആപ്ലിക്കബിൾ ആവുന്നത്, ആണ് വരുന്നത്. അപ്പോൾ സെക്ഷനുകൾ മാറി, റൂളുകൾ മാറി, ഫോം മാറി, അങ്ങനെയുള്ള എല്ലാ കേസിലും മാറി, മാറ്റങ്ങൾ വന്നു. അതെ, നമ്മുടെ കമ്പനീസ് ആക്ട് 1956 എന്നുള്ളത് 2013 ആയ പോലെ തന്നെ ഇൻകം ടാക്സ് 1961 എന്നുള്ളത് 2025 ആയി മാറി. അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ സാറേ, ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണല്ലോ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. വേറെ പല രാജ്യങ്ങളിലും നമ്മൾ ജനുവരി മുതൽ ഡിസംബർ വരെ ഫിനാൻഷ്യൽ ഇയർ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു മാസത്തിൽ ഈ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞ് വരാനുള്ള ഒരു കാരണം എന്താണ്? അതായത് നമ്മളൊരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ഇയർ ഇന്ത്യയിൽ ശരിയാണ് 1 ഏപ്രിൽ ടു അടുത്ത നെക്സ്റ്റ് 31 മാർച്ച് വരെയുള്ളതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യ അല്ലാതെ, അതായത് ഇന്ത്യക്ക് വെളിയിൽ അമേരിക്ക പോലെയുള്ളതും ചില പാശ്ചാത്യ രാജ്യങ്ങളിലും അവർ കലണ്ടർ ഇയർ തന്നെയാണ് ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് പോരുന്നത്. നമ്മളുടെ കേസിൽ എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് ചോദിച്ചാൽ ശരിക്കും നമ്മൾ ഈ ബ്രിട്ടീഷുകാരുടെ ഒരു കോളനി ആയിരുന്നു. അതായത് നമ്മൾ 1847, അതായത് 1847 തൊട്ടിട്ട് ബ്രിട്ടീഷുകാർ നമ്മൾ ഭരിച്ചുകൊണ്ട് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതുവരെയും നമ്മൾ ഇവരുടെ കോളനി. അപ്പം അവരിവിടെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുറേയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുവാണ്. അപ്പം ഒന്ന് നമ്മുടെ ബ്രിട്ടീഷ് ആ റൂള് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കത് വന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം, നമ്മൾ ഈ നോർത്ത് ഇന്ത്യ, സാറിന് അറിയാം, നോർത്ത് ഇന്ത്യയിൽ ഈ വിളവെടുപ്പ് സമയങ്ങൾ അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് ഇതിന് വലിയ ബന്ധമുണ്ട്. അഗ്രികൾച്ചറിൻ്റെ ഇത് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെയാണ് അന്ന് ടാക്സ് ഒക്കെ വരുന്നത്. അപ്പം ഈ വിളവെടുപ്പിനോടനുബന്ധിച്ചിട്ട് ടാക്സ് കളക്ട് ചെയ്യുക എന്നുള്ളൊരിതുകൊണ്ട് ഈ അഗ്രികൾച്ചറിൽ നമ്മുടെ ഇതിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ഇതിന് വളരെ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് കലണ്ടർ ഇയറിലോട്ട് മാറ്റാൻ പറ്റില്ല. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ അതുകൊണ്ടാണ് നമ്മളിപ്പം നമുക്കറിയാമല്ലോ, എല്ലാ ഫെബ്രുവരി 1 നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് വരുന്നത്. ഇപ്പോൾ ഇത്തവണ ഫസ്റ്റ് ടൈം അല്ല, ഇതിനു മുമ്പ് വന്നു തോന്നുന്നു സൺഡേ ആണ് ഫെബ്രുവരി 1. അപ്പോൾ യൂണിയൻ ബഡ്ജറ്റ് എപ്പോഴും വരുന്നത് ഫെബ്രുവരി 1 അത് വന്നത്. അപ്പം ഇതൊക്കെ റിലേറ്റഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യയിൽ നമ്മൾ ഏപ്രിൽ ടു മാർച്ച് എന്നുള്ളത്. അപ്പം ബ്രിട്ടീഷ് ലെഗസി അഗ്രികൾച്ചർ സെക്ടറിലുള്ള വിളവെടുപ്പിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇതാക്കുന്നത്. ഇതിങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. കാരണം ഇന്ത്യ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ ലോകത്തുള്ള എല്ലാവർക്കും തുറന്നു കൊടുക്കുന്നു പല രീതിയിൽ. ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടറാണ് ഇപ്പം കൂടുതൽ തുറക്കാത്തത്, ബാക്കിയുള്ളതെല്ലാം ഉള്ളതുകൊണ്ട് അവരുടെ കണക്ക് ഈ കലണ്ടർ ഇയർ ആണ് ഫിനാൻഷ്യൽ ഇയർ, നമ്മുടെ കണക്ക് ഈ ഏപ്രിൽ ടു മാർച്ചുമായിട്ട്. അപ്പം കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അതിന് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, ഈ IFRS, India IS അങ്ങനെയുള്ള ഒരു കൺവേർജൻസിൻ്റെ പാതയിലാണ്. ഇൻ ഫ്യൂച്ചറിൽ നമ്മളിതെല്ലാം ഒരുപോലെ ആകും. അതിന് ഗവൺമെൻറ് ഒത്തിരി പരിമിതികളുണ്ട്. എന്നിരുന്നാലും അതെല്ലാം മറികടന്ന് നമ്മൾ ആദ്യം പറഞ്ഞ ഇത് വികസിത് ഭാരത് എന്നുള്ളോട്ട് ഡെവലപ്ഡ് കൺട്രി ആയി മാറുന്നതിലോട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും അതാണ്. ഇപ്പോൾ സാറിപ്പം ഒരുപാട് നേരം ഞങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു. ഒരുപാട് ഇൻഫർമേഷൻസ് അറിയാമെങ്കിലും അതെങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നു. എന്നിരുന്നാലും ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാറിൻ്റെ അടുത്ത് അറിയാനുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുമ്പം നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇനി അറിയാനുണ്ട്. സാർ ഉദ്ദേശിച്ച ക്യാഷ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ, അതെ, അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മൾ 2016 ഈ ഡിമോണിറ്റൈസേഷന് ശേഷം നമ്മൾ ക്യാഷിലുള്ള ട്രാൻസാക്ഷൻ, ഇൻകം ടാക്സ് ആക്ടിൽ ഒത്തിരി നിയമങ്ങൾ മാറി. മറ്റ് മണി ലോണ്ടറിങ്, PML ആക്ട് ഉണ്ടെന്നുണ്ട്, മണി ലോണ്ടറിങ് ആക്ട്. അതൊക്കെ നമ്മൾ ഏത് ബിസിനസ്സുകാരും അറിയണ്ട. കാരണം നമ്മൾ ചുമ്മാതെ വേറൊരാളുടെ ഫണ്ട് നമ്മുടെ അക്കൗണ്ട് വഴി കയറി പോയാൽ അത് ഇവിടെ PML ആക്ട് അവിടെ അപ്ലൈ ചെയ്യും.
അതിനൊക്കെ ഫൈനും പെനാൽറ്റി ഇപ്പം അറിയാലോ, നമുക്കറിയാം ED-യുടെയും ഇൻകം ടാക്സിൻ്റെ റെയ്ഡുകളൊക്കെ വരുന്നത് അതുമൂലമൊക്കെയാണ് വരുന്നത്. അതെ. അപ്പം അങ്ങനെയുള്ളത് കുറേ കാര്യങ്ങൾ അതാണ് ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൂടെ അറിയണമെന്നുണ്ട്. അപ്പം അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് എന്ത് ചെയ്യണം, സംസാരിക്കണം. അതുകൂടാതെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേമിൽ ചെലവഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റി. അതായത് നമ്മൾ ഫണ്ടിന്റെ ആണ് ഓക്കെ, സോഴ്സ് ഓഫ് ഫണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? കാരണം ഇത് കേൾക്കുന്ന വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കേൾക്കുന്ന പല ആൾക്കാരും ബിസിനസ് ചെയ്യാൻ വേണ്ടി ഫണ്ട് റേസ് ചെയ്യുമ്പോൾ അവർ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ആ ബിസിനസ്സിനെ തന്നെ അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ തന്നെ അവർക്കത് ബാധിക്കുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾ കാണാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ചല്ല കുറേ അധികം കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അപ്പോൾ നമുക്കത് അടുത്ത എപ്പിസോഡിൽ നമുക്കതിനെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞു തരണം. എന്നാലും ഇത്രയും നേരം ഞങ്ങളോട് ചിലവഴിച്ചതിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു.